ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലസ്ക വ്ലോഗ്. സോ എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. നമ്മൾ ഇന്നൊരു പുതിയ വ്ലോഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. വ്ലോഗ് അല്ല, ലൈക്ക് ഒരു ഷോർട്ട് ഇൻഫർമേഷൻ, ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. കുട്ടി വീഡിയോ, നോട്ട് എ ഡീറ്റെയിൽഡ് വ്ലോഗ്. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അമേസിംഗ് ന്യൂസ് ആയിട്ടാണ്. ഐ ആം സൂപ്പർ ഹൈപ്പർ എക്സൈറ്റഡ്. ഇന്നലെ നമ്മൾ ബാംഗ്ലൂരായിരുന്നു, ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്താണ്. We are in അഹമ്മദാബാദ്. ഓക്കെ, സോ അഹമ്മദാബാദിൽ ഇന്നലെ രാത്രി ലേറ്റ് ആയി എത്തിയപ്പോ, ഇന്നലെ ചിക്കുന്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിൽ പോയി. തൊണ്ടെന്ന് വയ്യ ഗൈസ്, സോറി, ക്ഷമിക്കണം. എയർപോർട്ടിൽ പോയി അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് അക്കാസ എയർ ആയിരുന്നു നമ്മൾ എടുത്തത്. ഗേറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു, അവരാരും അത് നമ്മളടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ വി ഹാഡ് ടു റൺ. പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് കറക്റ്റ് സമയത്തിന് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റില്ല. ഒരു 3 മണിക്കൂറെങ്കിലും നേരത്തെ ഇറങ്ങണം. യെസ്, സോ നമ്മൾ അങ്ങനെ കുറേ ഹേർഡിൽസ് ഒക്കെ ക്രോസ് ചെയ്ത് ഫൈനലി ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് അഹമ്മദാബാദ് എത്തിക്കഴിഞ്ഞു. നമ്മൾ എന്തിനാ അഹമ്മദാബാദ് വന്നത്? എന്തിനാ വന്നത്? നമ്മൾ ചുമ്മാ കറങ്ങാൻ വന്നതാണോ? ചുമ്മാ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാന്ന് വിചാരിച്ചു, കുറച്ച് ഗുജറാത്തി ഡിഷസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ അല്ല, നമ്മൾ വന്നത് എന്തിനാണ്? We are watching Coldplay. I am so sorry. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ ഹൈപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ഇതിന്റെ ടിക്കറ്റ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത് അറൌണ്ട് നവംബറിലായിരുന്നു. ഓക്കെ, സെപ്റ്റംബറിലായിരുന്നു അനൗൺസ്മെന്റ്. ആദ്യം അവര് പറഞ്ഞത് ഒരു ഷോ മുംബൈയില്, ഒന്നല്ല 2 ഷോ മുംബൈയിൽ 18, 19 ജാനുവരിയായിരിക്കും എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവര് ഡിമാൻഡ് കൂടിയത് കാരണം, അല്ലെങ്കിൽ ഫാൻസിന്റെ റിയാക്ഷൻ കാരണം, ഒരു ഷോയും കൂടെ ആഡ് ചെയ്തു. സോ സെയിൽസ് ലൈവ് പോയപ്പോ തൊട്ട് തന്നെ ഞാനും ചിക്കും എല്ലാ സെയിലിനും കുത്തിയിരിക്കുമായിരുന്നു, ബുക്ക് മൈ ഷോ ഓർ ഒന്ന് വിൻ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും, അതിലൊരു റീല് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ചെറിയ ഷോർട്സ്. സോ ആ 3 ഷോ സോൾഡ് ഔട്ട് ആയി. ലൈക് വിത്തിൻ 1 hour തന്നെ നമ്മൾ ക്യൂവിൽ കയറിയപ്പോ തന്നെ 5 ലക്ഷം 3 ലക്ഷം ഒക്കെ ആയിരുന്നു ഓഡിയൻസ്. അവസാനം എന്തായാലും അത് പോയി പറഞ്ഞിട്ട് വിഷമിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നവംബറിൽ അവര് വീണ്ടും അഹമ്മദാബാദിൽ 2 ഷോ അനൗൺസ് ചെയ്തത്. സോ ആസ് യൂഷ്വൽ നമ്മൾ അതിന്റെ സെയിൽസിനും കുത്തിയിരുന്നു. അതും സോൾഡ് ഔട്ട് ആയി ഗൈസ്, ഒരു രക്ഷയില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇവര് ബുക്ക് മൈ ഷോന് എന്തൊക്കെയോ ഹാക്ക് ഉണ്ട്, ബ്ലാക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാണ് എന്നൊക്കെ കുറെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് കിട്ടിയില്ല. സോ അതും കഴിഞ്ഞിട്ട് നമ്മള് നവംബർ 22 അല്ലല്ല ഡിസംബർ 22 നമുക്ക് ഇൻഫിനിറ്റി ടിക്കറ്റ്സിന്റെ സെയിൽസ് ഉണ്ടായിരുന്നു. ഇൻഫിനിറ്റി ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിന് 2000 രൂപ. ആ ഒരു ടിക്കറ്റിൽ 2 പേർക്ക് കയറാം കപ്പിളായിട്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് അഫോർഡബിൾ ദാറ്റ് വി കൻ ഗെറ്റ്. അതിലും കയറി കുത്തിയിരുന്നു. അതിലാണെങ്കിൽ 273 or 233 എങ്ങാണ്ട് നമ്മൾ എത്തി ക്യൂവില് മുംബൈ ഷോയില്. പിന്നെ സോൾഡ് ഔട്ട് ആയി. പിന്നെ വീണ്ടും ഹാർട്ട് ബ്രോക്കൺ ആയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല കേട്ടോ. ഐ വാസ് സ്റ്റിൽ സെർച്ചിങ് ഫോർ ഓപ്ഷൻസ്. എങ്ങനെയെങ്കിലും ആരുടെ അടുത്തെങ്കിലും ചോദിച്ച് എന്തെങ്കിലും കിട്ടുമോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലിമിറ്റഡ് സെയിൽസ് ഫോർ മുംബൈ ഉണ്ടായിരുന്നു. അത് നടന്നത് ബുക്ക് മൈ ഷോയില് ഐ തിങ്ക് 10 days ബിഫോർ ദ മുംബൈ കോൺസെർട്ട് ആണ് നടന്നത്. സോ നമ്മൾ എന്തായാലും അന്ന് രാത്രിയാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടി ഇത് അറിഞ്ഞത്, ഇങ്ങനെ ഒരു ലിമിറ്റഡ് സൈസ് ഉണ്ടായി എന്ന് തന്നെ. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, അഹമ്മദാബാദിന് വരും എന്ന് പറഞ്ഞിട്ട് അതും മിസ്സായതുകൊണ്ട് അഹമ്മദാബാദിന് വരും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അതും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കയറിയിരുന്നപ്പോ വീണ്ടും അതിൽ 8000 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ സെർവർ ക്രാഷ് ആയി, അതും അങ്ങ് പോയി. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഹാർട്ട് ബ്രോക്കൺ ആയി ഇരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി 2 ടിക്കറ്റ് ഒപ്പിച്ചേക്കുന്നു. എന്നിട്ട് ആ ലിമിറ്റഡ് സെയിൽസിൽ തന്നെ he got the tickets. So we got Coldplay standing tickets, guys. We were waiting to reveal this to all of you. നമ്മള് ആക്ച്വലി ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രീംസ് കം ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലവരൊക്കെ വേറെ പലതും വിചാരിച്ചു പോയി. പക്ഷേ ദിസ് ഈസ് our big reveal. We are in Ahmedabad for Coldplay. And this is like അവരുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ നരേന്ദ്രമോദി സ്റ്റേഡിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സ്റ്റേഡിയം ആണ്. അപ്പോ
അവരുടെ കോൾപ്ലേയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദിലാണ്. യെസ്, അതായത് നാളെ. യെസ്, ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോൾപ്ലേ അവര് ലാർജസ്റ്റ് ഓഡിയൻസിന് വേണ്ടി പെർഫോം ചെയ്യാണ്. ഓൾമോസ്റ്റ് 1.5 lakhs കൂടുതൽ ആൾക്കാർ എന്തായാലും കാണും. 2 ലക്ഷം അടുപ്പിച്ച ആൾക്കാർ എന്തായാലും കാണും. ബിക്കോസ് ആ സ്റ്റേഡിയം കപ്പാസിറ്റി തന്നെ 1.5 ആണ്. ദാറ്റ് ഇസ് ദ സീറ്റിംഗ് ഏരിയ അലോൺ. പ്ലസ് ഗ്രൗണ്ട് സ്റ്റാൻഡിംഗ് ഏരിയയും അവർ ഫുള്ളി ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബ്ലാസ്റ്റ് ആൻഡ് നമ്മൾ ഹിസ്റ്ററിയുടെ ഭാഗമാവാൻ പോവാണ് ഗൈസ്. ആൻഡ് ടിക്കറ്റ് കാണിച്ചു തരാം. നമ്മുടെ ബിഗ് റിവീൽ. നമുക്ക് ആക്ച്വലി 3 days ബിഫോർ ഡിപ്പാർച്ചർ ആണ് ഈ ഫിസിക്കൽ ടിക്കറ്റ്സ് വന്നത്. സോ ഇതാണ് കണ്ടോ ഗൈസ്, ദീസ് ഈസ് ആർ ടിക്കറ്റ്സ്. സോ ഞങ്ങൾ ആക്ച്വലി വന്നപ്പോ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, നമ്മൾ ഒന്നും കൂടി തുറന്നു കാണിക്കാം. സോ നമുക്ക് മുംബൈ ഷോയും ബാക്കിയുള്ള കോൾപ്ലേയുടെ ഷോസിനും വരുന്ന പോലെ റിസ്റ്റ് ബാൻഡ്സ് ഇല്ല. അഹമ്മദാബാദിന് ഫിസിക്കൽ ടിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. റിസ്റ്റ് ബാൻഡ്സ് വിൽ ബി ഒബ്റ്റൈനബിൾ വൺസ് യു റീച്ച് ദ വെന്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഒരു ക്യൂട്ട് സാധനമുണ്ട്, വിച്ച് ഇസ് സീഡ്സ്. ഈ കാണുന്ന സീഡ്സ് ആണ്. ഇതില് ഈ പേപ്പറിന്റെ അടി കാണുന്ന സീഡ്സ് ആണ്. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടി ഉണ്ടാക്കാം. ചെടി പൂക്കളൊക്കെ വരും തോന്നുന്നു. നമുക്കിത് എന്തായാലും വീട്ടിലോട്ട് കൊണ്ടുപോയി ട്രൈ ചെയ്യാം. ഇൻവോയ്സ് ഉണ്ട്. സ്റ്റേഡിയമിന്റെ ഒരു മാനുവൽ ഉണ്ട്, വിച്ച് ഇസ് എ ഡീറ്റെയിൽഡ് മാനുവൽ. പാർക്കിംഗ് എവിടെയാണ്, നമുക്ക് ഫസ്റ്റ് എയ്ഡ് എവിടെയാണ്, ഫുഡ് ആൻഡ് ബെവറേജസ് ഒക്കെ എവിടെയാണ്, വാഷ്റൂം, മെർച്ചൻഡൈസ്, എമർജൻസി എക്സിറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. പ്ലസ് നമ്മുടെ എൻട്രി എക്സിറ്റിന്റെ ഗേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ടിക്കറ്റ്സ്. സോ നമ്മൾ ഇതെല്ലാം റിസീവ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരണമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് സമയം കിട്ടിയില്ല. കാരണം ഇന്നലെ വരെ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്ന് നല്ല ടയർഡായി, കാരണം 2 മണിയായി എത്തിയപ്പോൾ തന്നെ. സോ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ അഹമ്മദാബാദ് കറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ഷോർട്ട് അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. സോ ഇതായിരുന്നു നമ്മളെ ഷോർട്ട് ഇൻഫർമേഷൻ. ഇത് കഴിഞ്ഞ് നമ്മൾ അഹമ്മദാബാദ് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കറങ്ങാൻ. വലിയ സമയമൊന്നുമില്ല, ഒരു ദിവസമേ ഉള്ളൂ. കാരണം മൺഡേ മുതൽ നമുക്ക് രണ്ടുപേർക്കും വർക്കിംഗ് ആണ്. സോ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ അതിടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസേർട്ടിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ, കാരണം കോൾപ്ലേ വരുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾവേസ് സപ്പോർട്ടിങ് us. അപ്പോ keep supporting. Bye bye.